പിള്ളേരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടറും. ഞാൻ ഇതിന്റെ ഈ ഒരു കണ്ടന്റ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിരുന്നു. പക്ഷെ അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ടോപ്പിക് ഒന്നുമല്ല, നാർസിസിസം. നാർസിസിസം എന്താണ്? ആക്ച്വലി അതൊരു മെന്റൽ ഇൽനെസ് ആണ്. ഈ വ്യക്തികള് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളാണ് റോങ് എന്നെപ്പോഴും വരുത്തി തീർക്കുക. അതേപോലെ തന്നെ വളരെ അഭിനേതാക്കളായിരിക്കും ഇവര്. സോഷ്യലി ഇവർക്ക് കുറെ ഫ്രണ്ട്സും, സോഷ്യലായിട്ട് ഇവർ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ നോർമലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. അപ്പൊ നമുക്ക് തോന്നും എന്റെ അടുത്ത് മാത്രം എന്താ ഇവർ ഇങ്ങനെയെന്ന്. അത് അവരുടെ ഒരു തികച്ചും അഭിനയമാണ്. അതേപോലെ തന്നെ നമ്മൾ അവരെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ അവരോട് അവരുടെ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അവർ ആദ്യം ചെയ്യുന്ന റിയാക്ഷൻ എന്ന് വെച്ചാൽ വിക്ടിം കാർഡായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ്. കരയുക, അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു സ്വഭാവ വൈകൃതം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു സർവേ എടുത്തിട്ടുണ്ടെങ്കിൽ 6ൽ ഒരാൾക്ക് ഈ നാർസിസിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും എന്നാണ് NPD പറയുന്നത്. ഇനി അവർക്ക് എങ്ങനെ ഈ ഒരു കണ്ടീഷനെ ഓവർകം ചെയ്യാമെന്ന് വെച്ചാല്, പ്രോപ്പർ ആയിട്ടുള്ള ചെറുപ്പത്തിൽ ഇത് നമുക്ക് അവരിൽ എന്തെങ്കിലും ഒരു ബിഹേവിയർ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പേരൻസ് അത് വാച്ച് ചെയ്തിട്ട് ആസ് ഏർലി ആസ് പോസിബിൾ ഒരു സൈക്കോളജിസ്റ്റിനെ വിസിറ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു തെറാപ്പി ആ കുട്ടികൾക്ക് കൊടുക്കുക. ഇനിയിപ്പോ ഇല്ല, വലിയ വ്യക്തികളാണെങ്കിൽ അവർക്ക് ഫോക്കൽ സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ സ്കീമ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട്, തെറാപ്പീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് അവരെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ ഈ നാർസിസ്റ്റ് അവര് വിചാരിച്ചാലേ അവര് മാറുകയുള്ളൂ. മറ്റാൾക്കാർ ഒന്നും വിചാരിച്ചാലോ പറഞ്ഞാലോ അവരെ ഷൗട്ട് ചെയ്താലോ ഒന്നും ഇവര് മാറില്ല. ആൻഡ് ഇവർ പാർട്ട്നേഴ്സിനോടോ അല്ലെങ്കിൽ കുട്ടികളോടോ ആരോടും തന്നെ ഇവർക്ക് ഒരു അനുകമ്പ ഉണ്ടാവില്ല. മാക്സിമം കൂടുള്ളവരെ ഹേർട്ട് ചെയ്യാനേ ഇവർ നോക്കുള്ളൂ. എന്നിട്ട് അവരുടെ ഇമോഷൻസ് കണ്ട് ഇവർ സന്തോഷിക്കുന്നവരായിരിക്കും. ഒന്നെങ്കിൽ അവരനുഭവിച്ചത് മറ്റൊരാളും അനുഭവിക്കുക, അല്ലെങ്കിൽ സന്തോഷം, അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ സാഡിസിസ്റ്റിന്റെ ഒരു ചെറിയ വേർഷൻ ആയിട്ട് വരും. മറ്റുള്ളവർ വിഷമിക്കുമ്പോൾ കണ്ട് സന്തോഷിക്കുന്നവരാണ് ഈ വ്യക്തികൾ. അതേപോലെ തന്നെ ഗ്രൂപ്പിസം കൂടിയിട്ട് അറ്റാക്ക് ചെയ്യുന്നവരാണ്. സോ നമുക്കിനി എങ്ങനെ ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ട്രോമയാണ് ആ ആൾക്ക് ഉണ്ടാവുന്നത്. കാരണം പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, സ്ത്രീകളാണേലും പുരുഷന്മാർക്കാണേലും കൺഫ്യൂഷനാണ്. എന്തുകൊണ്ടാണ് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇതിനെ അതിജീവിക്കും, എനിക്ക് ഇതിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് തന്നെ അവർക്ക് കൺഫ്യൂഷനായി പോകും. പക്ഷേ എങ്കിൽ ഇപ്പൊ നമുക്ക് വീഡിയോസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സൈക്കോളജിനെ അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടെ അവസരങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഭയങ്കര ട്രോമയിൽ നിന്ന് നമ്മൾ ഗ്രാജുവലി മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ഒരു മെന്റൽ കണ്ടീഷൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നോർമൽ ആണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, നിങ്ങളുടെ ഫിസിക്ക് നോക്കുക, എക്സസൈസ് ചെയ്യുക, ഈറ്റ് ഹെൽത്തി ഫുഡ്. അങ്ങനെയൊക്കെ നിങ്ങളുടെ സ്കിന്നും നിങ്ങളുടെ ഫേസും നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പം പേരൻസിൽ നിന്നോ അല്ലെങ്കിൽ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ അങ്ങനെയുള്ള റിലേഷൻസിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ്, നിങ്ങളുടെ ചേച്ചി, അനിയത്തി, ബ്രദർ, അവരെയൊക്കെ അപ്രോച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ട്ണറിനോട് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ പാർട്ട്ണറിനാണ് ഈ വൈകല്യമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോടോ നമ്മുടെ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോനോടോ ഒക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആ സമയത്ത് ഷെയർ ചെയ്യുന്നവരെയും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ആ സമയത്ത് ഓൾറെഡി നിങ്ങൾ ട്രോമറ്റൈസ്ഡ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ വീണ്ടും ഒരു ട്രോമ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. സോ ചൂസ് വൈസ്ലി. ബുദ്ധിപരമായി നല്ലൊരാളെ അല്ലെങ്കിൽ നല്ലൊരു ഗ്യാങ്ങിനെ കണ്ടെത്തുക, നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറയുമ്പം സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ പറയുക. അപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ട ഒരു ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊണ്ട് പറ്റില്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്താണേലും നിങ്ങളുടെ ആ ഒരു ഭീതി, നിങ്ങളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷമം അതിജീവിക്കാൻ പറ്റും. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇവരെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരുമായിട്ട് ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തികച്ചും അവരെ തിരിച്ചു പറയാനോ അല്ലെങ്കിൽ അവരെ തിരിച്ച് ട്രോമറ്റൈസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി എന്നുള്ളത്. നമ്മൾ മാക്സിമം അതിൽ നിന്ന് മാറുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി, നിങ്ങളുടെ ഹാപ്പിനെസ് നോക്കി നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാർസിസത്തിനെ ഓവർകം ചെയ്യാൻ പറ്റും.
മറ്റെന്തെങ്കിലും നാർസിസത്തിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കമന്റിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ പോസിറ്റീവ്, ഈറ്റ് ഹെൽത്തി, ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഓറൽ ഹൈജീൻ. അപ്പോൾ മറ്റ് മോട്ടിവേഷണൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലേക്കും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.